വിട്ടുകൊടുക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്. ജാതികളാകുന്ന നമ്മോടുള്ള ബന്ധത്തിൽ എന്താ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? അതും അതിനു വേണ്ടി തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. റോമാലേഖനം 15-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചതിൻ്റെ കാരണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 15-8-9 പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തിൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. നോക്കുക, ദൈവത്തെ ജാതികൾ അവിടുത്തെ കരുണ നിമിത്തം മഹത്വീകരിക്കുന്നു. എന്തുകൊണ്ട്? തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചത് കൊണ്ട്. അപ്പോൾ ജാതികളിൽ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്തിനാ? അത് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്താനാണ്. യേശു കർത്താവിനെ മഹത്വപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16:14. പരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ വ്യാപാരം തിരിച്ചറിയുന്നതിന് ഒരു മാധ്യമം, ഒരു തെളിവെന്താ? യേശു കർത്താവ് മഹത്വപ്പെടും. കർത്താവാണോ മഹത്വപ്പെടുന്നത്? അതോ വന്ന പ്രസംഗകനാണോ മഹത്വപ്പെടുന്നത്? ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പം അയാൾ എന്നോ പ്രസംഗമായിരുന്നെന്നാണോ ചിന്തിക്കുന്നത്? അതോ ആ മനുഷ്യൻ്റെ ഭോഷത്വരമാകുന്ന വാക്കുകളിൽ അതിൽ കൂടെയും ഹൗ ഗ്രേറ്റ് അവർ ഗോഡ് ഈസ്, ദൈവം എത്ര മഹാനാണെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? പ്രിയരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? യേശുവിനെ മഹത്വപ്പെടുത്തുന്നു, ഫോർ ഹിസ് ഗ്ലോറി. ഇനിയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഞാൻ ഒരു സെൻറ്റൻസ് മാത്രം വായിക്കട്ടെ. കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ 2 തെസ്സലോനിക്കർ 1:9-10 ആ നാളിൽ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും. സോ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രദർശനമാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങി വരവ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രദർശനമാണ്. തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും. ഏറ്റവും ആത്യന്തികമായിട്ട് ഹബക്കുക്ക് പ്രവചനത്തിലുള്ളതാകുന്ന ഒരു പ്രവചനം നമ്മളിങ്ങനെ വായിക്കുന്നു വരുവാനുള്ള കാലത്തെക്കുറിച്ച്. ഹബക്കുക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. നോക്കിയേ, അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് കടലിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ
ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം, യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അതിനെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം വാസ്തവത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ദൈവം തൻ്റെ സൃഷ്ടിയാകുന്ന നമ്മിൽ കൂടെ മഹത്വപ്പെടുന്നു. അതൊന്ന്. രണ്ട്, നാം ദൈവത്തെ രുചിച്ച് ആസ്വദിച്ചറിയുന്നു. ഞാൻ വിശദമാക്കാം വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങളെടുത്ത്. പ്രിയരെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്, അന്യോന്യമുള്ളതാകുന്ന ആ ബന്ധം, ഒന്ന്, ദൈവത്തിന് ആവശ്യമില്ലെങ്കിലും ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. ദൈവത്തിന് ആവശ്യമില്ലെങ്കിലും ഉലകസ്ഥാപനത്തിന് മുൻപേ നമ്മെ മുൻനിർണയിച്ചു, പേർ ചൊല്ലി വിളിച്ചു. ദൈവത്തിന് ആവശ്യമില്ലെങ്കിലും തൻ്റെ പുത്രനിൽ, തൻ്റെ പ്രിയനായവനിൽ നമ്മെ തെരഞ്ഞെടുത്തു. ദൈവത്തിന് ആവശ്യമില്ലെങ്കിലും തൻ്റെ പുത്രൻ്റെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ചിന്തി അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇതെല്ലാം ദൈവം ചെയ്തു. നാം എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇതിൻ്റെ എല്ലാം കാര്യം നാം അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവം പ്രസാദിക്കുന്നു, ദൈവം ഇഷ്ടപ്പെടുന്നു, ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം താല്പര്യപ്പെടുന്നു. ആവശ്യമില്ല, ദൈവം താല്പര്യപ്പെടുന്നു നമ്മിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താൻ. എന്നാൽ ആ അന്യോന്യമുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതെന്തുവാ? അത് ഈ ദൈവത്തെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത്, ദൈവത്തെ ആസ്വദിച്ച് നമ്മുടെ ജീവിതം ധന്യമാകാൻ, ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, നിത്യത ഒരിക്കലും നമുക്ക് ബോറടിക്കുന്നതാകത്തില്ല. കാരണം വലിയവനാകുന്ന ദൈവത്തെ ആർക്കും ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവത്തെ, സാധ്യമല്ലാത്ത ദൈവത്തെ നിത്യത മുഴുവൻ ആഴമായി അനുഭവിച്ചറിയുന്ന, ആസ്വദിച്ചറിയുന്ന, ദൈവത്തെ എൻജോയ് ചെയ്യുന്ന ഒരനുഭവമായിരിക്കും നിത്യത. അതുകൊണ്ടാണ് നിത്യത നമുക്ക് ബോറടിക്കുകയില്ല. കാരണം the more we know God, the more is there again. കാരണം ദൈവം ദൈവമാണ്. അവിടുത്തെ ശക്തിയും അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ സകലവും അപ്രമേയമത്രേ. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ ബന്ധത്തിൽ നമ്മൾ ഈ സങ്കീർത്തന പുസ്തകങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവരുടെ ഇമ്മീഡിയറ്റ് സർക്കംസ്റ്റാൻസസിനോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ നോക്കണമേ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, എൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ലിറ്ററലായിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ആ ഇമ്മീഡിയറ്റ് സർക്കംസ്റ്റാൻസിൽ, ആ അന്നേരമുള്ള അവരുടെ സാഹചര്യത്തിൽ അവർ പറഞ്ഞെങ്കിലും അനേക കാര്യങ്ങൾ അവർ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാകൊണ്ട് അവരുടെ അന്നേരത്തെ ആ സാഹചര്യത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിലേക്കാളും
ആഴമാകുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഉദാഹരണത്തിന് ചില വാദഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്കത് അല്പസമയം ആ ഭാഗം ഒന്ന് ധ്യാനിക്കാം. അത് വളരെ സന്തോഷകരമാണ്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലതു ഭാഗത്ത് എന്നും, മനസ്സിലാക്കണേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ എന്നും പ്രമോദങ്ങളുണ്ട്. ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ ഡീപ്പർ ആൻഡ് ഇൻറ്റിമേറ്റ് എവ്രി ഡേ. ഓരോ ദിവസം ചെല്ലുമ്പോഴും ഏറ്റവും അടുത്ത്, ഏറ്റവും ആഴത്തിലേക്ക് ആ അനുഭവങ്ങൾ മാറുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ. ഓ, ടേസ്റ്റ് ആൻഡ് സീ that the Lord is good. കോരഹപുത്രന്മാരെന്താ പറഞ്ഞത്? മണ്ണീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അവിടെ അടിമയായി പിടിക്കപ്പെട്ടു പോയ ആ ദേശത്ത് നിന്ന് എൻ്റെ സ്വന്തം ദേശത്തേക്ക് എനിക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞെങ്കിൽ എന്നല്ല ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്. പിന്നെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ആ സ്തോത്രസ്വരവുമായി ദൈവാലയത്തിലേക്ക് പോയത് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അവിടുത്തെ നീർച്ചാട്ടങ്ങളും ഒക്കെ എൻ്റെ മീതെ കടന്നു പോകുന്നു. പിന്നെ നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ എന്നോട് ഇടവിടാതെ പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീരെനിക്ക് രാവും പകലും ആഹാരമായിരിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധാനത്തിൽ ചെല്ലുവാനിടയാണ്. നോക്കിക്കേ, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവൻ. അതുകൊണ്ടാണ് ദാവീദ് 27-ാമത്തെ സങ്കീർത്തനം അതിന് 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവിടുത്തെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ആസാഫ് എന്ന് പറയുന്ന ആ ദൈവഭൃത്യൻ പറയുന്ന വാക്കുകൾ 73-ാമത്തെ സങ്കീർത്തനത്തിലുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ്. 73-ാം സങ്കീർത്തനം 25-ാം വാക്യവും 26-ാം വാക്യവും: സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? സ്വർഗത്തിൽ ദൈവമേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം. എന്നാൽ സ്വർഗത്തിൽ എനിക്ക് ദൈവമേ ഉള്ളൂ എന്നല്ല ആസാഫ് പറയുന്നത്. പിന്നെ എന്തുവാ? ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. NIV റെൻഡറിങ് എനിക്ക് വളരെ ഇഷ്ടമാണ്. NIV പറയുന്നത്, എർത്ത് ഹാസ് നത്തിങ് ദാറ്റ് ഐ ഡിസയർ എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള ഏറ്റവും മഹത്വകരമാകുന്ന കാര്യം പോലും, ആ വാക്യം NIV ഉള്ളവരൊന്ന് വായിക്കാം. എർത്ത് ഹാസ് നത്തിങ് ടു ഓഫർ മീ, ആ ഒരു അർത്ഥമാണ്. ഒന്ന് വായിക്കാം. 73 verse 25. Psalm 73:25. Oh, earth has nothing I desire എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയിൽ there is nothing I desire, ആഗ്രഹം, എനിക്ക് ആഗ്രഹിക്കത്തക്കത് ഭൂമിയിലില്ല. ഇതാരാ പറഞ്ഞതെന്നറിയാമോ? പഴയ നിയമകാലത്ത് ജീവിച്ചൊരു ഭക്തനാ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ പുതിയ നിയമകാലത്ത് എത്രയധികം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് വേദപുസ്തകത്തിലുള്ളതാണോ? എന്തിനാ വരുന്നേ?
വരുന്നത് ചിലതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാൻ, ചിലതൊക്കെ ഇങ്ങനെ സങ്കല്പിക്കാൻ. എന്തിനാ? വിശ്വാസത്താൽ അങ്ങ് പറ, തന്ന അധികാരം ഉപയോഗിച്ച് അങ്ങ് പറ. ഇങ്ങനെ സ്വപ്നം കണ്ട് എങ്ങോട്ടാ ആഗ്രഹം? ആസാഫിനോട് യോതിര്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിയിൽ നമുക്ക് ഉപയോഗത്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുള്ളത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അതൊന്നും ദൈവത്തിന് തുല്യമായിട്ടോ ദൈവത്തിന് പകരമായിട്ടോ ദൈവമുഖം അന്വേഷിക്കുന്നത് അതിനു വേണ്ടിയോ ആകരുത്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനുണ്ട്, ഒരു ദൈവഭൃത്യനുണ്ട്, ബെർണാഡ്. അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ എഴുത്തുകൾ, അതുപോലെ ജൂലിയൻ ഓഫ് നോർവിച്ച് എന്നൊക്കെ പറയുന്ന ആ വനിതയുടെ എഴുത്തുകൾ, മാഡം ഗെയോൺ എന്ന ആ മഹൽ വനിതയുടെ എഴുത്തുകൾ, ഈ പുസ്തകങ്ങളൊക്കെ നാട്ടിൽ അവൈലബിളാണ്. ഇപ്പം മലയാളത്തിൽ ഇതൊക്കെ അവൈലബിളാണ്. മാഡം ഗെയോണിൻ്റെ പുസ്തകങ്ങൾ ഡോമ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോകുമ്പോൾ നിശ്ചയമായിട്ട് മേടിച്ച് വായിക്കണം. മലയാളത്തിലുണ്ടേ, വാങ്ങി മേടിക്കണം, വായിക്കണം. ഈ ബെർണാഡ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഒരു സെൻറ്റൻസ്, അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമില. വൈ ഷുഡ് വി ലവ് ഗോഡ്? ആൻസർ: വി ഷുഡ് ലവ് ഗോഡ് ബിക്കോസ് ഹീ ഈസ് ഗോഡ്. വല്ലതും മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? നാം ദൈവത്തെ സ്നേഹിക്കണം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ദൈവമായിരിക്കെ കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. പ്രിയരെ, വേറെ പലതും പലയിടത്തും കിട്ടും. അതുകൊണ്ടാണ് തന്നോടുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് ഇസ്രയേലിൻ്റെ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു, നിങ്ങളുടെ വിശപ്പിന് പരിഹാരം ഞാനാണ്, എന്നെ തിന്നാൽ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കും അവർക്കത് മനസ്സിലാകാഞ്ഞുകൊണ്ടാണ് പോയെന്ന്. അല്ല, മനസ്സിലായതുകൊണ്ടാണ് പോയത്. മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല പോയത്, മനസ്സിലായ കാര്യം എന്നാണ്. കാരണം പഴയ നിയമം അവർക്ക് നന്നായിട്ടറിയാം. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയാം. ആ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അന്നു മുതൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അനേകർ അവനെ വിട്ടുപോയി, പിന്നെ കർത്താവിനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. മനസ്സിലായി തിരിച്ചു പോയപ്പം യേശു ചോദിച്ചത് എന്തുവാ? നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? ഉടനെ പത്രോസ് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളെങ്ങോട്ട് പോകും? ഞങ്ങളെങ്ങോട്ടാണ് പോകണ്ടേ? നിത്യജീവൻ്റെ മൊഴികൾ അങ്ങയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് കാര്യവും എവിടെ വേണേലും കിട്ടും. എന്തോ വേണം എല്ലായിടത്തും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേറെ എന്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു തരാം സ്ഥലം. അവിടെ കിട്ടും. കിട്ടിയവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പലയിടത്ത് പോയി കാര്യങ്ങൾ സാധിച്ചവരെ എനിക്കറിയാം. അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തപ്പോൾ ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ അഡ്രസ്സ് തരാം, അവിടെ പോകും. എന്നാൽ വൈ ഷുഡ് വി ലവ് ഗാഡ്? ബിക്കോസ് ഹീ ഈസ് ഗാഡ്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് മഹത്വത്തിന് യോഗ്യന, അവിടുന്ന് സ്തുതിക്ക് യോഗ്യന, അവിടുന്ന് പുകഴ്ചയ്ക്ക് യോഗ്യന, അവിടുന്ന് സകല ബഹുമാനത്തിനും യോഗ്യന. അവനെപ്പോലെ, ആ കർത്താവിനെ പോലെ ആരുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ദൈവത്തിന് തുല്യമായി അല്ലെങ്കിൽ ദൈവത്തിന് പകരം വെക്കുവാൻ യാതൊന്നുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എർത്ത് ഹാസ് നത്തിങ് ഐ ഡിസയർ. ആഗ്രഹിക്കത്തക്കത് ഒന്നുമില്ല. ഇത് പലപ്പോഴും നമുക്ക് പാടാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ പാട്ടുകൾ വരുമ്പോൾ ഞാൻ എപ്പോഴും അത് തിരുത്താറുണ്ട്. വരുന്നുണ്ടേ
നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ എന്നാണ് നമ്മൾ പാടുന്നത്. അങ്ങനല്ല പാട്ട് എഴുതിയേക്കുന്ന അങ്ങനല്ല. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. വന്ദനമേശ്വര എന്നുള്ള പാട്ടിൻ്റെ അവസാനം അതുതന്നെയാണ്. കർത്താവല്ലാതെ ആഗ്രഹിപ്പാൻ ആരുമില്ലെന്നുള്ളതാണ്. നത്തിങ് ഐ ഡിസയർ. പിന്നെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയനുസരിച്ച് ആ പാട്ട് ശരിയാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ആ സ്പിരിറ്റ് അങ്ങ് വ്യാപരിക്കുകയാണെന്നേ. അതുകൊണ്ട് അറിയാതെ ആ സ്പിരിറ്റ് ഇങ്ങനെ പാട്ട് കൊടുക്കുക, അങ്ങനെ അങ്ങ് പാടിക്കുമോ? പുസ്തകത്തിലില്ലാത്തത് അങ്ങനല്ല. വേദപുസ്തകത്തിലുള്ളത് സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ അങ്ങേയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആശ്രയിക്കാൻ നമ്മൾ കർത്താവേ ഉള്ളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതല്ല പറയേണ്ടത്. നമ്മളോട് പറയണം, ഐ ഹാവ് നത്തിങ് ബിസൈഡ്സ് thee. നമ്മളോട് തന്നെ പറയണം, എനിക്ക് കർത്താവല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കാൻ ഈ ഭൂമിയിൽ ഇല്ല എന്നങ്ങ് ഉറപ്പിച്ച് പറയണം. ഇത് ദിവസം 10 പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞു, ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഴമായിട്ട് പതിയുന്നത് വരെ. പ്രിയരെ, നിങ്ങളത് മനസ്സിലാക്കണം. എന്ന് വെച്ച് ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ കരുതുകയില്ലെന്നോ നമ്മളെ സഹായിക്കുകയില്ലെന്നോ ഉള്ളതല്ല. ഒരു നിമിഷം വീണ്ടും ആ സ്റ്റോറി ഒന്ന് അതിൻ്റെ ഗുണപാഠം പറയട്ടെ. ആ മനുഷ്യൻ ഈ കുബേരൻ്റെ സാന്നിധ്യത്തിൽ വന്നു കഴിഞ്ഞപ്പം ഈ സന്തോഷവും ഈ സ്നേഹപ്രകടനവും ഈ പ്രീതിവാത്സല്യവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാ വന്നതെന്നങ്ങ് മറന്നുപോയി. വന്നതെന്തിനാ? വന്നത് പമ്പ്രന്നോരത്തിൽ പറഞ്ഞു വിട്ടതാ, പോയി ചോദിക്ക്, എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു വിട്ടാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം, സ്നേഹം പകരപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ അങ്ങ് മറന്നു. പ്രിയരെ, ദൈവത്തെ ആഴമായിട്ട് രുചിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥനാമുറിയിൽ ആവലാതിയും പരിഭവങ്ങളും. ഇത് മാത്രമേ ഉള്ളൂ. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കേണ്ട എന്നല്ല, അത് വേദപുസ്തകത്തിലുണ്ട്. പക്ഷെങ്കിൽ അത്രയേ ഉള്ളൂ. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിപ്പീൻ. കർത്താവ് പഠിപ്പിച്ചത് എന്താണ്? നമ്മെ ആ പ്രാർത്ഥനയിൽ, ആ മാതൃകയിൽ അങ്ങയുടെ നാമം, അവിടുത്തെ ഇഷ്ടം, പിന്നെ അങ്ങയുടെ രാജ്യം, പിന്നെ ഇടയ്ക്ക് അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, പിന്നെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. നോക്കിയേ, ദൈവിക സാന്നിധ്യത്തിലേക്ക് വന്നു കഴിയുമ്പം ആ കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനുള്ള ഒരു മാധ്യമമായിട്ട് പ്രാർത്ഥനാമുറിയെ കരുതണം. അങ്ങനെ കരുതി കഴിയുമ്പോൾ പ്രാർത്ഥന ബോറടിയാകത്തില്ല. നമുക്ക് വലിച്ചു നീട്ട് ഈ ചെയിൻ പ്രയർ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ടല്ലോ, അത് വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞ പക്ഷേ അതേലും ഉള്ളത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെങ്കിലും കുറേ പേര് അതെങ്ങനെങ്കിലും പ്രാർത്ഥിക്കണമല്ലോ എന്ന് കണ്ട് കുറേ നേരം പ്രാർത്ഥിക്കട്ടെ. കാരണം തനിയെ വരുന്നില്ല, പിന്നെ അങ്ങനെയെങ്കിലും സംഭവിക്കട്ടെ. അതുകൊണ്ട് ഐ ആം ഫോർ ഇറ്റ്. പ്രിയരെ, നമ്മൾ കർത്താവിനെ അനുഭവിച്ചറിയാനും കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ഗ്യാരൻറ്റി യു, പ്രിയരെ, ഞാനത് നിങ്ങളോട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, പ്രാർത്ഥനാ മുറി ബോറടിക്കുകയല്ല. പിന്നെ നോക്കുമ്പോൾ അയ്യോ സമയം പോയോ എന്നേ തോന്നത്തുള്ളൂ. സമയം ആകുന്നോന്ന് 1 മണിക്കൂർ ആ ചെയിനൊന്ന് കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പിന്നീട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുകയല്ലെന്നേ. എപ്പോൾ? കർത്താവിനെ അനുഭവിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പം പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വി ഓൾവേസ് ലിവ് ഇൻ ഹിസ് പ്രസൻസ്. അവിടുത്തെ സാന്നിധ്യത്തിൽ സന്തോഷപ്പെടും. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മറന്നുപോയി. പക്ഷേ ആ സ്റ്റോറി ഇങ്ങനെയാണ്. പക്ഷേ തിരിച്ചു ചെന്നപ്പം അത്ഭുതകരമായിട്ട് ആ പ്രൊവിഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നെന്ന് ആ സ്റ്റോറി ആകട്ടെ, അതെന്തോ ആകട്ടെ.
ഏകദേശം അതുപോലൊക്കെ തന്നെയാ ദൈവത്തിൻ്റെ കരുതലുകൾ. ദൈവത്തിൻ്റെ കരുതലുകൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേവലാതിപ്പെട്ടും നമ്മൾ ഭാരപ്പെട്ടതും കൊണ്ടൊക്കെയാണോ ദൈവം നമ്മളെ ഇന്നയോളം കൊണ്ടുവന്നത്? അല്ലല്ലോ. പിന്നെന്തിനാ ഇപ്പം ഈ വേവലാതിപ്പെടുന്നേ? ഈ വേവലാതി കൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ ജീവിക്കത്തേ ഉള്ളൂ. എന്ന് വേവലാതി തീർന്നേച്ച് ആത്മീയമായിട്ട് വളരാനാ? നിങ്ങൾ എന്നോട് പറയാമോ? ഒരു ദിവസവും ഉണ്ടാവുകയില്ല. കാരണം ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ആ പ്രശ്നങ്ങളെ സൈഡിലോട്ട് മാറ്റി വെച്ചേച്ച് കർത്താവിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ജീവിതം വളരെ സന്തോഷകരമാകും, ജീവിതം വളരെ ധന്യമാകും, ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകും. അതുകൊണ്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ തലമുറയിലുള്ള ഭക്തന്മാർ പാടിയ പാട്ടുകൾ നോക്കിയാൽ തന്നെ അതൊക്കെ അറിയാം, ഇല്ലേ? പാടിയ പാട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? എന്നിട്ട് ഇന്ന് നമുക്ക് എന്താ താല്പര്യം? ഇന്ന് നമുക്ക് ഇതെല്ലാം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താല്പര്യം. അന്നെന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ പാടി എന്തുവാ? യേശു മതി എനിക്ക്, യേശു മതി, യേശു മതി എനിക്ക് എന്നേക്കും, യേശു മാത്രം മതി എനിക്ക് എന്നേക്കും. ലോകത്തിൽ എനിക്ക് യാതൊന്നുമില്ലാതെ ഞാൻ വ്യാകുലപ്പെടേണ്ടി വന്നാലും, ഞാൻ വ്യാകുലപ്പെടുവാനിട വന്നാലും യേശു മതി. God is enough. Jesus is enough. Contentment in him. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്നറിയാമോ? എനിക്ക് താഴ്മയിൽ ഇരിപ്പാൻ അറിയാം, സമൃദ്ധിയിലിരിപ്പാനും അറിയാം. ഐ എം കണ്ടന്റ് ഇൻ ഓൾ മൈ സിറ്റുവേഷൻസ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു, ഞാൻ മതിയാകുന്നു. ഐ എം കണ്ടന്റ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, തിരുനിവാസം എത്ര മനോഹരം. അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും, എൻ്റെ ദേഹം, ദേഹി, ആത്മാവെല്ലാം ഈ ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുകയാണ്. അവര് അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് വരുന്നതെന്നറിയോ? അത് താഴോട്ട് വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്നറിയാമോ? കണ്ണുനീർ, താഴ്വരയുണ്ട്. പക്ഷെങ്കിൽ ബലം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്? സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ഇറ്റ് ഈസ് എ ജോയ്ഫുൾ സ്പ്രിങ്. ഇറ്റ് ഈസ് മെയ്ഡ് എ ജോയ്ഫുൾ സ്പ്രിങ്. വൈ? എന്തുകൊണ്ടാ പോകുന്നത്? എങ്ങോട്ടാ? ജീവനുള്ള ദൈവത്തിങ്കലേക്ക്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 84-ാം സങ്കീർത്തനം, അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നോക്കുക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിൻ്റെ സാന്നിധ്യം എത്ര മനോഹരമാണ്! ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തതയോടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അനേക വാക്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കർത്താവിൻ്റെ യഹോവയാകുന്ന ദൈവം മാറ്റമില്ലാത്തവൻ എന്നുള്ള വിഷയം ഇന്ന് പറയണമെന്നോർത്ത, പക്ഷെങ്കിൽ ഇന്ന് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്നെടുത്ത് വായിച്ചോളൂ. റോമാലേഖനം, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, യെസ്, നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രിയമുള്ളവരെ,
ഇത് എഴുതിയത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി ആയതുകൊണ്ടാണ്. ഇതാ റിയാലിറ്റി. ബാക്കിയൊക്കെ ബോണസാകട്ടോ. ഇടയ്ക്ക് കിട്ടുന്ന സന്തോഷവും ഇടയ്ക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സും അതൊക്കെ ബോണസാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പക്ഷെങ്കിൽ ഈ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ശരീരത്തിൽ, ഈ പാപത്തിൻ്റെ ജീർണതയുള്ള ഈ ലോകത്തിൽ ഒരു ഭക്തൻ ഇത് ലോകമല്ല, ഇത് വീടല്ല.